ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ബറാത്ത് രാവൊക്കെ അല്ലേ ഗായ്സ്, ബറാത്ത് നോമ്പൊക്കെയാണ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് നേരം വീട്ടിൽ പോയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഡ്രസ്സ് കീറീനും നമ്മളിവിടെ പോയില്ലേ, ബേപ്പൂർ പോയപ്പോൾ ഒരു ഡ്രസ്സ് ഞാൻ ഇട്ടിരുന്നില്ല, ഒരു മഞ്ഞ, ഒരു മഞ്ഞല്ല, ഒരു കാപ്പി കളർ പോലത്തെ. അത് ഒന്നായിട്ട് കീറി. അപ്പം അത് എനിക്ക് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുണ്ട് ഒരു വീട്, അവിടെ പോയിട്ട് തയ്ക്കണം. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുക്കൂല കേട്ടോ. അപ്പോൾ വീട്ടിൽ പോകണം വ്ളോഗ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാം കേട്ടോ. പിന്നെ ഒരു ബിരിയാണിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യും കേട്ടോ, കുക്കർ ബിരിയാണിൻ്റെ. അപ്പോൾ നമുക്ക് നേരെ ഇനി എൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. നമ്മൾ വാതിലൊക്കെ പൂട്ടി ഇനി നേരെ വീട്ടിലോട്ട് പോകാട്ടോ. ഞാനും റയ്യാനും റിജി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാട്ടോ. നല്ല വെയിലാണ്, പിരാന്തത്തിൽ നിൽക്കുവാണ് കേട്ടോ. എൻ്റെ ഡ്രസ്സൊക്കെ അടിച്ചു. ഓരോ മാക്സി ഞാൻ അടിച്ചു കൊടുത്തിട്ടോ. ഓരോ മാക്സി അടിച്ചു കൊടുത്തു. ഞാനിനി നേരെ വീട്ടിൽ പോവാം കേട്ടോ. വലിയ വീടാട്ടോ. ഞാൻ ആദ്യം വീട്ടിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി വന്നു വീട്ടിലേക്ക് ആദ്യം. ഇപ്പോൾ വേണ്ട, വലിയ വീടാണ്. ഇപ്പോൾ ഞാൻ പോണില്ല കേട്ടോ, ഊരവേദനയും കാര്യങ്ങളായിട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ നേരെ വീട്ടിലേക്ക് പോകാതെ ഇവിടെ നല്ല ചെടികളൊക്കെ ഉണ്ട്, നല്ല രസം കാണാൻ. അപ്പോൾ നമ്മളങ്ങനെ എൻ്റെ വീട്ടിൽ പോകാൻ വേറെ വീട്, ഈ വീട്ടിലാട്ടോ ഞാൻ പോയത്. ഇപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ അടിച്ചു, ഓരോ 3 മാക്സി അടിച്ചെടുക്കണ്ടായി, അതും അടിച്ചു കൊടുത്തു. അപ്പം ഇനി നേരെ വീട്ടിൽ പോവാം, കാക്കച്ചികൾ വരാതിരിക്കാൻ. അപ്പോൾ ഗൈസ്, ഇതാ വീട്ടിൽ പോകണ വയ്യ കേട്ടോ. ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കാണാത്തവർക്ക് കാണിച്ചു തന്നാ കേട്ടോ. റീസ മോളതാക്കണോ നടക്കണോ റീസ. അപ്പോൾ ഗൈസ് നല്ല വെയിലാട്ടോ, നല്ല ഉച്ച സമയത്ത് തന്നെ വന്നതും. അപ്പോൾ നമ്മളിവിടെ ഈ ഏരിയയിലൊക്കെ അധികം തങ്ങന്മാരാട്ടോ. ഈ കാണുന്ന വീട് തങ്ങന്മാരെ വീടാണ്. പിന്നെ ഇത് തങ്ങന്മാരെ വീടാട്ടോ. പിന്നെ ഇതും തങ്ങന്മാരെ വീടാണ്. പിന്നെ ഈ കാണുന്നതും തങ്ങന്മാരെ വീടാണ് കേട്ടോ ഗൈസ്. ഇതിലൂടെ നമ്മളെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഇതൊക്കെ തങ്ങന്മാരെ വീടാട്ടോ. ഈ കാണുന്നതൊക്കെ തങ്ങളെ വീടാണ്. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ചെറിയൊരു കാട് പോലെയാണ്. അത് കഴിഞ്ഞാൽ മൊത്തം തങ്ങന്മാരാട്ടോ. പിന്നെ ഇവിടെ തങ്ങന്മാരാണ്. ഇതാ തങ്ങന്മാരെ വീടാട്ടോ. നല്ല രസമുള്ള വീടാണ് കാണാൻ. ഇത് ബാക്ക് സൈഡാണ്, മുന്നിൽ സൈഡ് നല്ല രസമാണ് കാണാൻ കേട്ടോ. പിന്നെ ഇത് എൻ്റെ വീട്, ഇതാണ് എൻ്റെ വീട്. ഞങ്ങൾക്ക് തങ്ങന്മാർ 2 സെൻറ്റ് സ്ഥലം, 2 സെൻറ്റ് സ്ഥലം തന്നിട്ട് അങ്ങനെ തന്നതാട്ടോ. അങ്ങനെ പഞ്ചായത്തിലൊക്കെ ഇടപെട്ട് അങ്ങനെ വീട് വെച്ചു. ഇവിടെ അമ്മ നനച്ചുളിപ്പണിയായിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെയിലത്തിൽ വെച്ചുക്കണു. വാഴക്കലൊക്കെ മൂത്തുക്കണു കൈസ്, നല്ല വാഴക്കല. വാഴക്കലയൊക്കെ ഉണ്ടാക്കി വെച്ചുക്കണു നോമ്പുങ്ങൾക്ക്. വാഴക്കലുണ്ടോ? അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, സിറ്റൗട്ട്. വീട്ടിലെത്തി വെയിലും കൊണ്ടിട്ടേ നോമ്പ് നോറ്റ് ഭയങ്കര ക്ഷീണം, ചായക്ക് വയക്ക്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ലൈവ് എടുക്കും, അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ, നമുക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടിരിക്കണോ? ഇതൊരു അടുപ്പാട്ടോ. എൻ്റെ ഉമ്മീൻ്റെ താത്തയും കൂടി ഉണ്ടാക്കിയ കേട്ടോ. ടാറിൻ്റെ ഡ്രമ്മിൽ മണ്ണ് നിറച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ലോണം കത്തുട്ടോ, വിറകൊക്കെ വെച്ച് നല്ലോണം കത്തും. അപ്പോൾ ഉപ്പാക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ച് കണ്ടിട്ടമ്മ. ഗൈസ്, വീട്ടിൽ ഇപ്പോൾ സമയം 3 മണിയായി. കുറച്ച് നേരം കിടന്നു. പിന്നെ ഞാൻ നിസ്കാരമൊക്കെ ലഹർ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം നിസ്കാരം കഴിഞ്ഞിട്ടല്ല, ലൈവ് എടുത്തിനു. പിന്നെ അതിൻ്റെ ഇടയിൽ നിസ്കാരം കഴിഞ്ഞു.
നിസ്കാരം കഴിഞ്ഞിട്ട് വീട് ലൈവിൽ സംസാരിച്ച് ഇപ്പോൾ കുറച്ച് നേരം കുറച്ച് നേരം ഒന്ന് കിടന്നിട്ടോ, ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു 3:30-3:45 നമ്മൾ പോകും കേട്ടോ, വീട്ടിൽ പോകും, കോട്ടേഴ്സൊക്കെ തിരിച്ച് പോകും. അപ്പോൾ ഞാൻ തട്ടം മാറി കഴിച്ചത്, ഞാൻ എൻ്റെ അനിയത്തിൻ്റെ തട്ടാണ്, ഒഴിവാക്കിയ തട്ടാണ്. അപ്പോൾ ഞാനതെടുത്തു, എനിക്ക് ഇഷ്ടപ്പെട്ട കളറ്. ഞാൻ ഇട്ട പാൻറ്റിൻ്റെ കളറ് സെയിമാണ്. അപ്പോൾ അതും ഇതും കൂടെ മേച്ചാവോലോ കരുതിട്ടെടുത്താട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നേരെ കോട്ടേഴ്സ് പോയിട്ട് കാണാം കേട്ടോ. ഒന്നൊരു റെസിപ്പി ഉണ്ട് പറഞ്ഞില്ലേ ഞാൻ, ബിരിയാണീൻ്റെ റെസിപ്പി, അതും കൂടെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല പൊട്ടിക്കാം കേട്ടോ. വേപ്പിൻ്റെ ഇല പറിക്കാം. നല്ല വെയിലാണ് ഗൈസ്. ഇത് ഉമ്മ നട്ടാ കേട്ടോ. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കണം കേട്ടോ. ഉമ്മ നട്ട വേപ്പിൻ്റെ ഇലൻ്റെ മരമാണ്. പിന്നെ അവിടെ ചെറിയൊരു തൈയുണ്ട്. അപ്പം നമുക്ക് ഇതിന് എടുക്കാം കേട്ടോ. ഞാൻ എടുക്കുക. കിട്ടാൻ അപ്പോൾ ഈ വേപ്പിൻ്റെ ഇല കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് എത്തൂല, പിന്നെ അത് പൊട്ടിച്ചാനും പറ്റില്ല. അപ്പം തന്നെ കുറേ പൊട്ടിച്ചുകൂടി ഞാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കോട്ടേഴ്സ് പോകണം. ഒരു 3:45-4 മണിയൊക്കെ ആകുമ്പോഴത്തേന് പോകും. നല്ല വെയിലാണ്. നമുക്കൊരു സൗണ്ട് കേൾക്കണില്ല ബാക്ക്ഗ്രൗണ്ടിൽ. അത് അവിടെ ഒരു മില്ലുണ്ട് കേട്ടോ, പൊടി മില്ല്. ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുമറിയില്ല, അവിടെ ഒരു മില്ലുണ്ട്. ഉള്ളിൽ കറക്റ്റാണ്. ഇപ്പം വന്നു കൊടുക്കും, പണിയിൽ വന്നു കൊടുക്കാം. ഓക്കേ, നമ്മൾ പോവാട്ടോ. നമ്മൾ കോട്ടേഴ്സിലോട്ട് പോവാണ്. ഇതാ ഉമ്മ പഴം, ഇവിടെ ഉണ്ടായ പഴാട്ടോ, മൈസൂർ പഴം തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ എടുക്കണം, നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, കറിവേപ്പിൻ്റെ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കോട്ടേഴ്സിലേക്ക് തിരിച്ച് പോകാം. സ്കൂൾ നല്ല വെയിലാണ്. അപ്പോൾ സമയം 4:15 ഇന്നിട്ട് നല്ല വെയിലാണ്. അപ്പോൾ ഇനി നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കണം, ബിരിയാണി ഉണ്ടാക്കണം. നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ മുത്തുമണികളെ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടോ. ഞാൻ കുഴങ്ങി ഗൈസ്, റൂമിലേക്ക് എത്തിക്കണോ. ഇനി ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോണ ഇതിലാണ്. അല്ല, അസർ നിസ്കരിക്കണം. അസർ നിസ്കരിച്ചിട്ട് നേരെ ഇനി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പം ഞാനിനി നിസ്കരിക്കട്ടെ കേട്ടോ. ഇന്ന് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, കുക്കർ ബിരിയാണി കേട്ടോ. ചിക്കൻ വെച്ചിട്ട് കുക്കറിലിട്ടിട്ടുള്ളൊരു ബിരിയാണിയാണ്, തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറയാം. അപ്പോൾ നെയ്ച്ചോറ് ബിരിയാണി വെക്കണ അരി ഇല്ല കേട്ടോ. അരി വാങ്ങാൻ വേണ്ടി ഞാൻ പീടിക്ക് പോവാം കേട്ടോ. അരി കുറച്ചുള്ളൂ, അപ്പോൾ കുറച്ചും കൂടെ വാങ്ങണം. അപ്പോൾ എനിക്ക് പൈസ തന്നോളൂ അരി വാങ്ങാൻ. അപ്പോൾ അത് വാങ്ങണം കേട്ടോ. അപ്പോൾ വാങ്ങാൻ പോവാം. അപ്പോൾ ഗൈസ്, അരി വാങ്ങിക്കൊണ്ടുവന്നു. ഇനി നമ്മൾ നിസ്കരിച്ചിട്ട് വേണം എനിക്ക് ചോറുണ്ടാക്കാൻ. അപ്പോൾ അതാ 1/2 കിലോനാണ് കേട്ടോ. 1/2 കിലോനാണ് ഞാൻ വാങ്ങിയത്. 39 രൂപ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി നിസ്കരിക്കട്ടെ കേട്ടോ. അപ്പോൾ മുത്തുമണികളെ, എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. നിസ്കാരമെല്ലാം കഴിഞ്ഞു. ഞാനിനി എന്താ പറയുക, ഉള്ളി ഇതൊക്കെ അരിയാട്ടോ. ഉള്ളി, ക്യാരറ്റ് ഇതൊക്കെ അരിയണം, തക്കാളിയൊക്കെ അരിയണം കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ.
അപ്പോൾ ഗൈസ് ഞാൻ ഉള്ളി, തക്കാളി, ക്യാരറ്റ്, കറിവേപ്പില, പിന്നെ അതാ തൈര്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഞാൻ ഒന്നിച്ച് അരച്ചിക്കുക കേട്ടോ. ഇനി ഇതിക്ക് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്കായി അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. മണീസേ അപ്പം ഇനി അരി ഒന്ന് എടുത്തിട്ട് കഴുകി വെക്കട്ടെ കേട്ടോ. അരി എടുത്ത് കഴുകി വെക്കട്ടെ. അങ്ങനെ അരിയൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ ചിക്കൻ ഞാൻ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ മണികളെ അപ്പോൾ ദാ കുക്കർ വെച്ചോളൂ കേട്ടോ. ഉണ്ടോ, കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ നെയ്യില്ല ഗൈസ്. അപ്പം ഞാനൊരു ഐഡിയ കാട്ടുകയാണ്. പിന്നെയാണ് ഓർത്തത് നെയ്യില്ലാതെ. അപ്പം ഞാൻ സൺഫ്ലവർ വെച്ചിട്ട് ബിരിയാണി വെച്ചാൽ ശരിയാവുമോ നോക്കട്ടെ. അപ്പോൾ നെയ്യില്ലാത്ത ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തട്ടിക്കൂട്ടി കുക്കർ ബിരിയാണിയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിനി സൺഫ്ലവർ ഒഴിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം, അതേ ഉള്ളൂ. അതൊക്കെ ഞാൻ അയക്കണം, കുറച്ചുള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നോമ്പുകൾക്കൊക്കെ സാധനങ്ങൾ വാങ്ങണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉണ്ടാക്കൽ തുടങ്ങാം കേട്ടോ നമുക്ക്. കുക്കർ നല്ലോണം ചൂടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായിട്ടുണ്ട് ഓൾറെഡി, എണ്ണയും ചൂടായിട്ടുണ്ട്. കുക്കർ നല്ലോണം ചൂടായിണോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ആദ്യം. അപ്പോൾ കഴിച്ച് നമുക്ക് ഉള്ളി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടില്ല ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക്. നമ്മളെ സ്പൈസസ് ഇല്ലേ, ബിരിയാണി മസാല, അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറുകപ്പട്ട, ഏലക്കായ്, ഗ്രാമ്പൂ, ചെറിയ ജീരകം, വലിയ ജീരകം,
അങ്ങനെ എല്ലാ ഐറ്റംസും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളത് മൊത്തം ഇട്ടെടുത്തിട്ടുണ്ട്. ആകെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുള്ളതൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് തക്കാളി ഞാൻ 2 ഇട്ടെടുത്തിട്ടുള്ളത്, വലിയ 2 തക്കാളി, പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ഇതും നല്ലോണം ഇട്ടിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലോണം വഴറ്റിയെടുക്കണം. പിന്നെ നമുക്കിതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞാൻ ആകെ 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇവിടെ എരിവ് ആർക്കും അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കൊന്നും തീരെ ഇഷ്ടമല്ല എരിവ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം പോയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു കൈക്കണക്കിനനുസരിച്ച് ഇട്ടെടുക്കണത്. അതൊക്കെ നിങ്ങൾ ഇടുമ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പുളിൻ്റെ ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തൈര് കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. കാരണം നമ്മൾ 2 വലിയ തക്കാളി എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം തൈര് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. പിന്നെ ചെറുനാരങ്ങ നീരൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങയുടെ നീരൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. തൈര് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഞാൻ ഉള്ളി വഴന്ന് വരാനുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ ചിക്കനൊക്കെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ അരി എടുത്തിരുന്നത് 2.5 ഗ്ലാസ് അരി എടുത്തിരുന്നത്. അപ്പോൾ 2.5 ഗ്ലാസ് അരി പറയുമ്പോൾ 4.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ചിക്കനിൽ നമുക്ക് വെള്ളം ഇറങ്ങും. അപ്പോൾ കൂടുതൽ വെള്ളം ആയാൽ ബിരിയാണി ശരിയാവില്ല. അപ്പോൾ ആ കണക്കിനനുസരിച്ചിട്ട് വെള്ളം പാർന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. മുത്തുമണികളായി ബിരിയാണി ഉണ്ടാക്കണ നിങ്ങൾ കണ്ടില്ലേ? ബിരിയാണി ഇനി റെഡി ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പറ്റണവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടോ. ഞാൻ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചെങ്ങാണ്ട് ഉണ്ടാക്കിയാണ്. നെയ്യില്ല, പിന്നെ മറ്റേ ഗരം മസാല ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. കറുകപ്പട്ടയും ഗ്രാമ്പും അങ്ങനെയൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ചിക്കനിൽ വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അരിൻ്റെ മുകളിൽ കുറച്ച് പൊന്തിക്കണം അത്ര വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇനി ഒരു 2 വിസിൽ വരട്ടെ. 2 വിസിൽ വന്നിട്ട് ഓഫ് ചെയ്യാം. നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അപ്പത്തിന് ഞാൻ അടുക്കള തിണ്ടൊക്കെ ഫുള്ള് പാത്രമൊക്കെ മൂറി എടുത്ത് വെച്ച് തിണ്ടൊക്കെ തുടച്ചിട്ടുണ്ട് കേട്ടോ. തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുക്കർ 2 വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. മുത്തുമണികളെ 2 വിസിൽ വന്നിട്ടോ. ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ എയറെല്ലാം പോയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ ഇനി അലക്കിയ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി
പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് മടക്കി വെക്കാനുണ്ട്. അതിനി കൊണ്ടുവരട്ടെ കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ചോറ് വിസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, കുക്കറിൻ്റെ വിസിൽ പോയിട്ടുണ്ട്. നമുക്കിനി ചോറ് എന്തായി നോക്കാം കേട്ടോ ഗൈസ്. സെറ്റായിട്ടുണ്ട് തോന്നുന്നുണ്ട്, നോക്കട്ടെ. നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. ഒരു മിനിറ്റ്. ചോറ് സെറ്റായിട്ടുണ്ട് ഗൈസ്. മഞ്ഞപ്പൊടി കൂടുതലായിട്ട് തോന്നുന്നുണ്ടല്ലേ. ചോറൊക്കെ ഇവിടെ സെറ്റാണ്, പാകത്തെ വേവാണ് ഗൈസ് കേട്ടോ. അപ്പോൾ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇവിടെ. ചിക്കനൊക്കെ അതാ ഒക്കെ ഒന്ന് മിക്സാക്കി എടുക്കാണ്ട്, ചിക്കനും ചോറും മസാലയും എല്ലാം പാടെ മിക്സാക്കി എടുക്കാനുണ്ട്. കുക്കറിൽ തന്നെ അടിച്ച് വെക്കുക കറക്റ്റാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ എനിക്ക് കുക്കർ ബിരിയാണി കേട്ടോ. എനിക്കും മിക്കാക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആട്ടം ഉണ്ടാക്കിക്കണേ. അപ്പോൾ ഗൈസ് നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി നോമ്പ് തുറക്കാനൊക്കെ ഏകദേശം സമയം ആവൽ തുടങ്ങിയിട്ടോ. ഞാനിനി ചായയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.